നീതിമാന്മാരെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ആ സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് വായിക്കുന്നത്. യേശു പറയുന്നത് ഇങ്ങനെയാണ്: അവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്, അവർക്ക് ഭക്ഷിക്കുവാനൊന്നുമില്ല. യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നവരുടെ കുറവുകളാണ് കർത്താവ് കണ്ടെത്തുന്നത്. ഇതിനിടയിലൊരു ചോദ്യം: നമ്മൾ എത്രയോ വർഷമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ജീവിക്കുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സമൂഹത്തോടൊപ്പം നമ്മൾ ജീവിക്കുന്നു. അവരുടെ കുറവുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, പരിഹരിച്ചിട്ടുണ്ടോ? കർത്താവ് കുറവുകൾ കാണുക മാത്രമല്ല, അനുകമ്പ തോന്നുക മാത്രമല്ല, അതിന് ഒരു പരിഹാരം കൂടി കണ്ടെത്തുകയും ചെയ്തു. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദയ, കരുണ എന്ന് പറയുന്ന, അനുകമ്പ എന്ന് പറയുന്നത് വെറുതെ നമ്മൾ കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് അനുകമ്പ പ്രദർശിപ്പിക്കുന്നതല്ല. അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുമ്പോഴാണ് ആ ദയ പൂർണ്ണമാകുന്നത്. കർത്താവിൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. കുറവുകൾ തിരിച്ചറിയാൻ, ആ കുറവുകൾ പരിഹരിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട്, ശിഷ്യന്മാരുടെ പങ്കുവയ്ക്കുവാനായിട്ടുള്ളൊരു മനോഭാവം. അവർ പറയുകയാണ്, വിജനസ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയും പേർക്ക് അപ്പം കൊടുക്കുക? ഏത് വിജനതയായാലും, ഏത് മലമുകളായാലും, ഏത് മരുഭൂമി ആയാലും കർത്താവ് കൂടെയുണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകും. നമ്മൾ പങ്കുവയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ അവിടെ അത്ഭുതം നടക്കും, അവിടെ സമൃദ്ധിയുണ്ടാകും, അവിടെ എല്ലാം മിച്ചം വരും, എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ മുഴുവനായി കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഭക്ഷണത്തിന് കുറവില്ല, വസ്ത്രത്തിന് കുറവില്ല, മരുന്നിന് കുറവില്ല, ആശുപത്രികൾക്ക് കുറവില്ല, എല്ലാമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ കുറവാകാം, സമാധാനത്തിൻ്റെ കുറവാകാം, സമൃദ്ധിയുടെ കുറവാകാം, അല്ലെങ്കിൽ ദയ, കരുണ, ഇതുപോലെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കുറവുണ്ടെങ്കിൽ, നമ്മൾ കർത്താവിനെ സമീപിക്കുകയാണെങ്കിൽ ആ ഇത്തിരി കുറവിനെ കർത്താവിന് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ സ്നേഹത്തിൻ്റെ കുറവുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ നിറവാക്കി സംതൃപ്തി നൽകുന്ന രീതിയിൽ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതിനാൽ കർത്താവിൻ്റെ കൂടെയായിരുന്നാൽ കർത്താവ് നമ്മുടെ കുറവുകൾ കാണുകയും അവ വേണ്ട രീതിയിൽ പരിഹരിച്ചു തരികയും ചെയ്യും. ഈ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ ദിവ്യബലിയിൽ അർപ്പിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കണ്ടിട്ടും അനുകമ്പ കാണിക്കാതെ, സഹായിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനോട് മാപ്പപേക്ഷിക്കാം.